അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ? കളറാക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചെ 1000 ഏക്കറിലേക്ക് ഇങ്ങോട്ടങ്ങ് പോര്. പിന്നെ സോറിട്ടാ, 499 റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു. ഇനി 5000ന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ 1000 രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം. പക്ഷെ അതും 25-ാം തീയതി വരെ മാത്രം. അതിനുശേഷം മുതലാളിമാർക്കൊക്കെ 5000 രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം. പിന്നെ കൂടി ചർമാദിക്കാൻ 2 കുപ്പി ബോച്ചെ പാനീയം സൗജന്യം. പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരണം. അപ്പോ ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെയാ? കളറാക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റായ സൺബേർഡ്സിനൊപ്പം ആടാനും പാടാനും വയനാട് മേപ്പാടിയിലുള്ള ബോച്ചെ 1000 ഏക്കറിലേക്ക് ഇങ്ങോട്ടങ്ങ് പോര്. പിന്നെ സോറിട്ടാ, 499 റുപ്യന്റെ ഏർലി ബേർഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു. ഇനി 5000ന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടിൽ 1000 രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം. പക്ഷെ അതും 25-ാം തീയതി വരെ മാത്രം. അതിനുശേഷം മുതലാളിമാർക്കൊക്കെ 5000 രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം. പിന്നെ കൂടി ചർമാദിക്കാൻ 2 കുപ്പി ബോച്ചെ പാനീയം സൗജന്യം. പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരണം. എന്താ മാളൂത്? ആരെങ്കിലും കാണുമെന്നൊരു വിചാരമെങ്കിലും വേണ്ടേ? എന്താ? എന്തു പറ്റി? ആ തുണി കുറച്ച് താഴ്ത്തിയിട്ടൂടെ? ഓ ഇതോ? അതിലിപ്പോ ഇവിടെ ആര് കാണാനാ? ഞാൻ കാണുന്നുണ്ടല്ലോ. കിച്ചു കണ്ടിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. കിച്ചുവിന്റെ പ്രായത്തിലുള്ള മറ്റു വല്ല ആമ്പിള്ളേരും ആയിരുന്നെങ്കിൽ ഇപ്പനെ കടിച്ചു തിന്നേനെ. എനിക്ക് തൽക്കാലം കടിക്കാനും തിന്നാനും ഒന്നും നേരമില്ല. പറഞ്ഞു തരാന്ന് എന്താന്ന് വെച്ചാ പറ. പറഞ്ഞു തരാം, പക്ഷേ നീ എനിക്ക് എന്ത് തരും? എത്രയാ വേണ്ടേ? 100, 200 അതോ 500? കാശിനാണെങ്കിൽ ഈ മാളു വിചാരിച്ച എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയോ നിനക്ക്? പിന്നെന്താ വേണ്ടേ? എന്റെ കയ്യിലുള്ള എന്തും ഞാൻ തരാം. എന്നാൽ ആ കൈയൊന്ന് നീട്ട്. എന്തിനാ? നീട്ട്. ഈ എന്നാ എന്റെ മുതുകത്തൊന്ന് തേച്ചതാ. എണ്ണ തേക്കാനോ? ഞാനോ? രാവിലെ നിനക്ക് സ്വന്തമാക്കാനുള്ള അതിന്റെ പച്ചപ്പ് പോകുന്നിടം വരെ ഒന്ന് ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ പുളി കഴുകി ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, പുളി അങ്ങനെ കൊടുക്കാം. ഇതാ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് വേറെ നല്ല വെള്ളം എടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു. ഇനി ഇതൊന്ന് തിളക്കണം കേട്ടോ നമുക്ക്. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിമിഷ ബിജോ എന്ന് പറയുന്ന അവരും അതേപോലെ തന്നെ അതേ വേഴ്സസ് നമ്മുടെ ബോച്ചെ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു വിധത്തിൽ പറയാം. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയത്. അപ്പോൾ പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഇങ്ങനെ എടുക്കേണ്ട അവസ്ഥ വന്ന്. അപ്പോൾ അതെന്തായാലും പോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ ഇപ്പം ഈ നിമിഷ എന്ന് പറഞ്ഞ് ഇവരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും അത്ര ഭയങ്കര ആളൊന്നല്ല. ഇപ്പം ഈ ഇവരുടെ ഒരു കേസ് നമ്മൾ നോക്കണമെങ്കിൽ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ നിമിഷ എന്ന് പറയുന്നവർ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ബോച്ചേനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോച്ചയാണെങ്കിൽ ഡബിൾ മീനിങ് പറഞ്ഞിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കുന്ന ഒരാളാണ് ബോച്ചെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചക്കിക്കൊത്ത ചങ്കരൻ എന്നുള്ള സെറ്റപ്പിനകത്താണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെ മാത്രം നമുക്ക് ഇതിനകത്ത് കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഇതിനകത്ത് പിന്നെ കുറ്റപ്പെടുത്താനായിട്ട് പിന്നെ ഈ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണെങ്കിലും ഒരുമാതിരി ഇപ്പം നിങ്ങൾ കണ്ടല്ല അതേപോലത്തെ, അതായത് ഈ ആൾക്കാരുടെ ഈ ഒരു ലൈംഗിക ദാരിദ്ര്യം മുതലെടുത്തിട്ട് അതുവഴി റീച്ച് ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വസ്ത്ര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന കാര്യം അത് എല്ലാവർക്കും ഓരോരുത്തർ അവരവൻ്റെ ഇഷ്ടമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊന്നും ഞാൻ ഇങ്ങനെ ഒന്നും പറയാനുള്ള. പക്ഷേ ഇത് കാണുന്ന നമ്മളല്ലേ, കാണുന്നവർക്ക് പറയാലോ. അപ്പോൾ കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് പറയാനുള്ള, എനിക്ക് ഇവരുടെ വീഡിയോ എനിക്ക് ഒരു താല്പര്യം ഇങ്ങനെ എന്തോ പോലെയൊക്കെ തോന്നുന്ന രീതിക്കുള്ള ഒരു സാധനമാണ് ഇവരുടെ വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇത് കണ്ട് ആസ്വദിക്കാനും ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് പറയാൻ, അത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യം മൂത്തിരിക്കുന്ന ഒരു നാടായിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടാൻ നമ്മുടെ നാടുകാർ. അത്രയും ഇവരുടെ വ്യൂവേഴ്സ് ഇവരുടെ
ഓരോരുത്തർ ഇതൊക്കെ കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ബോച്ചൻ റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതുവഴി പിന്നെ അങ്ങനെ കുറേ ഓഡിയൻസ് ഇവർക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്രയാണ് ഈ ഒരു വിഷയത്തിനകത്ത് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് വീഡിയോ എടുത്തൊക്കെ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. പിള്ളേർക്ക് അടുത്തൊരു ഡി കാണുന്നവർക്ക് ടാറ്റ ബൈ.